നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ ഒരു വളരെ പ്രാധാന്യമുള്ള സംപ്രേക്ഷണത്തിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ അതീവ പ്രധാനമായ ഊർജത്തെക്കുറിച്ചാണ് പറയുന്നത്. ഊർജം എന്ന് പറഞ്ഞാൽ കർമ്മോർജം. കർമ്മോർജത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അക്ഷരാർത്ഥത്തിൽ പറയുന്നത്. അതീവ പ്രാധാന്യമുള്ള വിഷയമാണ് ഊർജം എന്നുള്ളത്. ഈ ഊർജത്തിലേക്കാണ് ഒരുപക്ഷെ ഇദം പ്രഥമമായി മലയാളികളെ ആരെങ്കിലും നയിച്ചു കൊണ്ടുപോകുന്നത്. അത് അക്ഷരാർത്ഥമാണ് ചെയ്യുന്നതെന്നുകൊണ്ട് അക്ഷരാർത്ഥത്തിൻ്റെ കിരീടത്തിൽ ഒരു പൊന്തൂവൽ കൂടിയാണ് ഈ സംപ്രേക്ഷണമെന്ന് ഞങ്ങൾ കരുതുന്നു. ഊർജം എന്ന് പറയുന്നത് മനുഷ്യൻ ജനിക്കുന്ന അന്നു മുതൽ അവൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങളിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകമാണ് ഊർജം എന്നുള്ളത്. ഈ ഊർജത്തെക്കുറിച്ച് ആരും പറയാറില്ല. കാരണം അത് ഓരോരുത്തരും തോന്നുന്ന പോലെ ഊർജം എന്ന് പറഞ്ഞ് എന്തോ ഒരു ഊർജം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഊർജം എന്നുള്ളത് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുക. പക്ഷെ ഊർജത്തെക്കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ ഒരുവൻ്റെ ജീവിതം സാർത്ഥകമാകുകയുള്ളൂ. എന്താണ് ഊർജം? ആ പദത്തിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു വിശദീകരണമാണ് നമുക്ക് കിട്ടുന്നത്. ഊർജം. ഞെട്ടിയോ? ഞെട്ടിയില്ല, പക്ഷെ ഞെട്ടും. ഊർ എന്ന് പറഞ്ഞാൽ സ്ഥലം, സ്ഥാനം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഊർ, സ്ഥലം, സ്ഥാനം. എന്താണ് ഈ സ്ഥലം, സ്ഥാനം എന്നുള്ളത്? ഏത് സ്ഥാനമാണ്, ഏത് സ്ഥലമാണ്? കർമ്മസ്ഥലം, കർമ്മസ്ഥാനം. ഊർ എന്ന് പറയുന്നത് കർമ്മസ്ഥലം, കർമ്മസ്ഥാനം. ഈ ഊർ എന്ന് പറയുന്ന കർമ്മസ്ഥലമാകുന്ന കർമ്മസ്ഥാനത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നത് മാത്രമാണ് ഊർജം. ഊർജം, ജനിക്കുന്നത്. ഊരിൽ നിന്ന് ജനിക്കുന്നത് ഊർജം. ഞെട്ടിയോ? ഞെട്ടണം. കാരണം ഇത് നിസ്സാര കാര്യമല്ല. ഒരു മനുഷ്യൻ്റെ ശരിയായ നിലനിൽപ്പിൻ്റെ തത്വമാണ് ഊർജമെന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ ഒരു മനുഷ്യനും കൃത്യമായി ജീവിക്കാൻ സാധ്യമല്ല. അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ വിശദീകരണം നടത്തിയിട്ടുണ്ട്. ഭാരതീയമായ ഒരുവിധം കാര്യങ്ങളുടെ എല്ലാം, പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം വിശദീകരണം നമ്മൾ ഇതിലൂടെ തരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഭാരതത്തിൽ ജീവിക്കുന്ന, ഭാരതത്തിൽ ജന്മമെടുത്തിട്ടുള്ള ഏതൊരു ജീവാത്മാവും
ഈ അർത്ഥമറിഞ്ഞിരിക്കണം. അർത്ഥമറിഞ്ഞാൽ മാത്രമേ അവന് മുക്തി ഉണ്ടാകുകയുള്ളൂ. ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമേ അത് പ്രയോഗിക്കാനാകുകയുള്ളൂ. പ്രയോഗിക്കാനാകാത്തത് ആ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെങ്കിൽ ആ അടിസ്ഥാന ഘടകത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആഘാതം, ആ കുറവിൽ നിന്ന് വരുന്ന ആഘാതം ഒരു മനുഷ്യൻ സഹിച്ചേ പറ്റൂ. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ഈ ഊർജം എന്താണെന്ന് അറിയാത്തവന്മാർ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നോക്കിക്കോ. ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. അക്ഷരാർത്ഥത്തിൻ്റെ വിശദീകരണം വളരെ പ്രാധാന്യമുള്ളതാണ്. ശ്രദ്ധാപൂർവം കേൾക്കുക. നമ്മൾ ഊർ എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണെങ്കിൽ, കർമ്മക്ഷേത്രമാണെങ്കിൽ, കർമ്മക്ഷേത്രം ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഭാരതമാണ്. ഒരു ഭാരതീയൻ ഭാരതത്തിൽ ഉള്ളപ്പോൾ മാത്രം അവൻ്റെ കൈവശമുള്ള ഒരു ശക്തിയുടെ പേരാണ് ഊർജം. കർമ്മക്ഷേത്രം, കുരുക്ഷേത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരതം, കർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ഭാരതത്തിൽ പറയുന്നതാണ്. ഈ കർമ്മക്ഷേത്രമായ, കർമ്മസ്ഥാനമായ ഭാരതത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആളുകൾ ഈ കർമ്മക്ഷേത്രം വിട്ടുപോയാൽ അവരുടെ ഊർജവും പോവും. കാരണം ഊരിൽ നിന്ന് ജനിക്കുന്നതാണ് ഊർജം, കർമ്മസ്ഥലത്തിൽ നിന്ന് ജനിക്കുന്നതാണ് ഊർജം. ഊർജസ്ഥാനമാകുന്ന ജന്മദേശത്തിൽ നിന്ന് ഉളവാകുന്നതാണ് ഊർജം. ഊർജ, ജനിക്കുന്നത്, ഊരിൽ നിന്ന് ജനിക്കുന്നത്. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഭാരതം വിട്ടു പോകുന്നവരെ, ഭാരതം വിട്ട് പുറമേക്ക് പോകുന്നവരെ, അവരുടെ ജീവിതം, അവരുടെ ഊർജം കുറഞ്ഞു വന്ന് അവർ രോഗികളും മാനസികമായി അസ്വസ്ഥരും ജീവിതം നഷ്ടപ്പെട്ടവരും ആയി മാറുന്ന കാഴ്ചയാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1950 മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം 1950 മുതലാണ് ആളുകൾ ഇവിടെ നിന്ന് കൂട്ടമായിട്ട് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടത്, ഭാരതീയരെ കയറ്റി അയച്ചത്. കാരണം അവിടെയുള്ള കള്ളന്മാരുടെ കൊള്ള കൂട്ടങ്ങളുടെ അവിടെയുള്ള കോൺട്രികളിലൊന്നും ജോലി ചെയ്യാൻ ആളുകളെ കിട്ടുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഭാരതീയരെ കയറ്റി അയച്ചു. ഊരിൽ നിന്ന്, കർമ്മഭൂമിയിൽ നിന്ന് കയറ്റി അയച്ചു. നിങ്ങൾ നോക്കുക, പുറമേക്ക് പോയിട്ടുള്ള ഭാരതീയരുടെ സ്ഥിതി എന്താണ്? അവർക്ക് ഊർജം നഷ്ടപ്പെടുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ്? അവർക്ക് ആദ്യമായി നഷ്ടപ്പെടുന്നത് മനസമാധാനമാണ്. പിന്നെ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടു തുടങ്ങും. മനസമാധാനത്തിൻ്റെ ഒപ്പം നഷ്ടപ്പെടുന്നതാണ് ഉറക്കമെന്ന് പറയുന്നത്. മനസമാധാനവും ഉറക്കവും ആദ്യം നഷ്ടപ്പെടും. ആദ്യം മനസമാധാനം നഷ്ടപ്പെടും, പിന്നെ ഉറക്കം നഷ്ടപ്പെടും. മനസമാധാനവും ഉറക്കവും നഷ്ടപ്പെട്ടാൽ പിന്നെ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടും. ശരീരത്തിൻ്റെ സ്വാസ്ഥ്യവും കൂടി നഷ്ടപ്പെട്ടാൽ ശരീര മനസ്സുകളാകുന്ന ഒരുവൻ്റെ നിലനിൽപ്പ് അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതാരും കാണുന്നില്ല, ആരും തന്നെ കാണുന്നില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവന് കുറേശ്ശെയായി രോഗങ്ങൾ വരാൻ തുടങ്ങും. അവന് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരാൻ തുടങ്ങും. അവന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങും. അവൻ്റെ കുടുംബം, അത് നാട്ടിലാണെങ്കിൽ, ഇനി അവരുടെ ഒപ്പം പുറമേ തന്നെയാണെങ്കിൽ അവിടെയും ആ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാൻ തുടങ്ങും. കാരണം ഈ ഊർജമാണ് കുടുംബ ബന്ധങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത്. അത് ഊരിൽ നിന്നും മാത്രം സ്വായത്തമാകുന്നതാണ്. കർമ്മക്ഷേത്രം, കുരുക്ഷേത്രത്തിൽ നിന്ന് മാത്രം സ്വായത്തമാകുന്നതാണ് ഊർജം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ
ഭൂമിയിൽ നിന്ന്, കർമ്മഭൂമിയിൽ നിന്ന്, കർമ്മക്ഷേത്രത്തിൽ നിന്ന് പോകുമ്പോൾ, ഊരിൽ നിന്ന് പോകുമ്പോൾ, ഊരിൽ നിന്ന് ജനിക്കുന്ന ഊർജ നഷ്ടമാകുന്നു, ജീവിതം നഷ്ടമാകുന്നു, കുടുംബ ബന്ധങ്ങൾ നഷ്ടമാകുന്നു, സ്വാസ്ഥ്യം നഷ്ടമാകുന്നു, അസ്വാസ്ഥ്യം കടന്നു വരുന്നു, രോഗങ്ങൾ കടന്നു വരുന്നു. കുറെ കഴിയുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ആകെ കൂടി ലഭ്യമാകുന്നത് അർത്ഥമില്ലാത്ത മണി എന്ന് പറയുന്ന തട്ടിപ്പ് മാത്രമാണ്. ഇതിന് പ്രതിഫലം എന്ന് പറയുന്നത് മണി എന്ന് പറയുന്ന തട്ടിപ്പ് മാത്രമാണ്. ഈ തട്ടിപ്പും നമ്മുടെ അവിടെ നിന്നുള്ള ആളുകളാണ് തരുന്നത്. അവരാരും ഈ പറയുന്ന പോകുന്ന കോൺട്രികളൊന്നും അല്ല തരുന്നത്. അവർ അവിടെ നിന്ന് കൊടുത്തയക്കുന്നത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭാരതത്തിൽ വന്ന് നമ്മുടെ സാധാരണക്കാരുടെ പൈസ ഊറ്റിയെടുക്കുന്ന പൈസ ഉപയോഗിച്ച്, ധനം ഉപയോഗിച്ചാണ് പുറമെ പോകുന്ന ആളുകൾക്കുള്ള പണം, അവർ സമ്പാദിക്കുന്നു എന്ന് പറയുന്ന പണം കൊടുക്കുന്നത്. ഇത് നമ്മളുടെ പല വീഡിയോകളിലും നമ്മളുടെ പല സംപ്രേഷണങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുമ്പ് ഇതിനോട് അനുബന്ധമായിട്ടുള്ളൊരു പ്രവാസികളെ തീറ്റിപ്പോറ്റുന്നത് ആരെ എന്ന് പറയുന്നത് ട്യൂട്ടർ മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ വേറൊരു ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ബന്ധം താഴെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക നന്നായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഊർജത്തെക്കുറിച്ചാണ്. ആളുകളുടെ ജീവിതം നഷ്ടപ്പെടുന്നതിന് പ്രധാന കാരണം അവർ ഊരിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്, അടിസ്ഥാനത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതാണ്. അടിസ്ഥാനത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, അവരുടെ കർമ്മസ്ഥാനമാകുന്ന ഊരിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, കർമ്മക്ഷേത്രമാകുന്ന ഊരിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവർ ശക്തി ക്ഷയിച്ച് അവരുടെ ജീവിതത്തിൽ ക്ഷയം ബാധിച്ച് അവർ താഴേക്ക് വീഴുന്നു. കർമ്മം പൂർത്തിയാകാതെ, ധർമാനുഷ്ഠാനമാകുന്ന കർമ്മം നടത്താൻ പറ്റാതെ അവർ അധപ്പതിക്കുന്നു. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, ഊരുഭംഗം എന്ന് പറയുന്നത് നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഊരുഭംഗം ചതിയായാണ് നമ്മൾ അറിയുന്നത്. നമുക്കറിയാം ഊരുഭംഗം ഭീമസേനൻ ദുര്യോധനൻ്റെ തുടക്കടിച്ച് വീഴ്ത്തി എന്നാണ് നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അർത്ഥതലങ്ങൾ 9 ഉണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. നമ്മുടെ സംപ്രേഷണങ്ങളിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഈ 9 തലത്തിൽ ഒരു തലം മാത്രമേ എല്ലാവർക്കും മനസ്സിലാവണുള്ളൂ. അതിന് എത്രയോ 9 അർത്ഥതലങ്ങളിൽ ബാക്കിയുള്ള 8 തലങ്ങളും മനസ്സിലാവാത്തവർ, അവർക്കുള്ളതാണ് തൊടയമടിയിൽ. തൊടയമ ഗത കൊണ്ട് തല്ലി, അത് തല്ലിയപ്പോൾ ദുര്യോധനൻ തകർന്നുപോയി. തുട എന്ന് പറയുന്നത് അടിസ്ഥാനമാണ്, ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് തുടയായി അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. തുടയ്ക്കുള്ള സംസ്കൃതം പേരാണ് ഊർ എന്നുള്ളത്. സ്ഥാനം എന്ന് പറയുന്നതിനും കർമ്മക്ഷേത്രം എന്ന് പറയുന്നതിനും തുട എന്ന് പറയുന്നതിനും പേര്, ശബ്ദം ഒന്നാണ്, ഊർ. ഊർ ഭംഗം നടത്തിക്കഴിഞ്ഞാൽ, കർമ്മക്ഷേത്രത്തിൻ്റെ ശക്തി കേന്ദ്രമായ ഊർ ഭംഗപ്പെടുത്തി കഴിഞ്ഞാൽ, ഭംഗപ്പെട്ടാൽ മനുഷ്യൻ നശിക്കും. നിങ്ങളുടെ കർമ്മസ്ഥാനം നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. ഓരോ ഭാരതീയൻ്റെയും കർമ്മസ്ഥാനം എന്ന് പറയുന്നത് അവൻ ജനിച്ചതും അല്ലെങ്കിൽ വളർന്നതുമായ ഭാരതഭൂമിയാണ്. ഭാരതഭൂമിയിൽ ജനിച്ചവനെ പുറമെ ഒരുത്തിലേക്കും അനുവാദമില്ല പോകാൻ. കാരണം അവൻ്റെ കർമ്മസ്ഥാനം ഭാരതമാണ്. അങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ നിയമം. അത് തെറ്റിക്കപ്പെടുമ്പോൾ അതിനുള്ള ശിക്ഷ അത് ഭാരതത്തിൽ ജനിച്ചവൻ ഭാരതീയൻ അനുഭവിക്കണം. ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെട്ട എല്ലാ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റങ്ങളും നിങ്ങൾ നോക്കുക, അർത്ഥരഹിത ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റങ്ങളും നോക്കുക, ഊരുഭംഗം വരുത്തുന്നതാണ്. എല്ലാ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റങ്ങളും ഊരുഭംഗം വരുത്തുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾക്കത് മനസ്സിലാവും.
ഇവിടെയുള്ളവനെ അവിടേക്ക് പറഞ്ഞേക്കുന്നു, അവിടെയുള്ളവനെ ഇവിടേക്ക് പറഞ്ഞേക്കുന്നു. എൻ്റെ സ്ഥലം ഇവിടെയാണെങ്കിൽ എന്നെ ഇവിടെ തൊഴിൽ ചെയ്യാൻ സമ്മതിക്കില്ല, എന്നെ ദൂരേക്ക് പറഞ്ഞേക്കും. ദൂരേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ദേശത്തിനും ദൂരേക്ക്, എൻ്റെ നാടിനും ദൂരേക്ക്. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റം എന്ന് പറയുന്ന അർത്ഥരാഹിത്യം നിലനിൽക്കുന്നത്. ഇവിടെ അധ്യാപകരെന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യാപകരല്ല, ടീച്ചേഴ്സ്. നിങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ സ്ഥിതി എന്താണ്? ഇവിടെയുള്ള ഗവൺമെൻറ് എംപ്ലോയീസ് എന്ന് പറയുന്ന അവർ ജോലിക്കാരൊന്നും അല്ല, കാരണം അവർ ജോലിയൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഉൽപ്പന്നങ്ങളില്ല. അവരുടെ സ്ഥിതി എന്താണ്? ഇപ്പോൾ ഇവിടെ ഒരുത്തന് അവൻ്റെ വീടും അവൻ്റെ കർമ്മമണ്ഡലവും അവിടെയാണെങ്കിൽ അവൻ്റെ ജോലി ഇവിടെ നിന്ന് ഒരു 10, 50, 100, 500 നാഴിക അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. എന്ന് പറഞ്ഞാൽ ഒരു പ്രതിബദ്ധതയും ആർക്കും ഉണ്ടാവില്ല. കാരണം കർമ്മനാടിനോടും ധർമ്മനാടിനോടും ജന്മദേശത്തോടും പ്രതിബദ്ധത വേണ്ടുന്ന മനുഷ്യൻ, ഊരുമായി ബന്ധപ്പെട്ട് ഊർജം സംഭരിച്ച് കർമ്മക്ഷേത്രത്തിൽ പ്രയോഗിക്കേണ്ടുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഊരിനെ ഭംഗപ്പെടുത്തി അവനെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണ്. കർമ്മത്തിൽ നിന്ന് ധർമാനുഷ്ഠാനമാകുന്ന കർമാനുഷ്ഠാനത്തിൽ നിന്ന് തടയുകയാണ് ഈ അഭാരതീയ അർത്ഥരഹിത സിസ്റ്റംസ് എന്ന് പറയുന്ന തട്ടിപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടീച്ചേഴ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവരെന്ത് ചെയ്യുന്നു? അവർ ഇവിടെ നിന്ന് ദൂരേക്ക് യാത്ര ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുന്നു. എന്താ സംഭവിക്കുന്നത്? പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന ടീച്ചിങ്ങിനല്ല പ്രശ്നം. പ്രശ്നം ആർക്കാണ്? യാത്രയ്ക്കാണ് പ്രശ്നം. യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊരിൽ നിന്ന് ദൂരെ പോകലാണ്. അവനവനിൽ നിന്ന് ദൂരെ പോകലാണ് യാത്ര. ഭാരതീയമായ എല്ലാതും ഉള്ളിലേക്ക് സഞ്ചരിക്കുമ്പോൾ അഭാരതീയമായ എല്ലാ തട്ടിപ്പുകളും ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്വന്തം ഊരിൽ നിന്ന് അവർ അകറ്റപ്പെടുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഇവിടെ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ ഊരിൽ നിന്ന് മുന്നോട്ട് പോകാതെ, ദൂരേക്ക് പോകാതെ, അവനവൻ്റെ കർമ്മം, അവനവൻ്റെ ധർമ്മം ഇവിടെ ഈ കർമ്മഭൂമിയിൽ നിങ്ങൾ ജനിച്ചു വളർന്ന ദേശത്ത്, നാട്ടിൽ ചെയ്യുക എന്നുള്ള നിങ്ങളുടെ ജീവിത ദൗത്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ എല്ലാ ഊർജശക്തികളോടും കൂടി നിങ്ങളുടെ ജീവിതം ഭാസുരമാക്കാൻ അക്ഷരാർത്ഥത്തിൻ്റെ ഊർജം എന്ന് പറയുന്ന ഈ സംപ്രേഷണം ഊർജം പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.